CMRL കമ്പനിയിൽ നിന്നും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിനേക്കാൾ വലിയ വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബഹളം വെച്ച് ഡിവൈഎഫ്ഐക്കാരെ തെരുവിലിറക്കി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് ഒരു കലാപം സൃഷ്ടിച്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നത് ശരിയല്ല. ഇന്നലെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കേരള പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെ അറിയിക്കാതെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ്. ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. വീണ വിജയൻ താമസിക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിലും മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും 12 സ്ഥലങ്ങളിലും ED പരിശോധന നടത്തുന്നു എന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞിട്ടും 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ആ അക്രമ സംഭവങ്ങൾ അടിച്ചമർത്താൻ കർശനമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ച മനഃപൂർവ്വമാണെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്.